മത്തനും വൻപയറും ഒരുപാട് പേര് ഇത് വെക്കാറുണ്ട് വീട്ടിൽ. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇന്ന് ഞാനിത് വെക്കുന്നത് കേട്ടോ. സാധാരണ എരിശ്ശേരിയേക്കാളും ചെറിയ ചെറിയ വ്യത്യാസങ്ങളും ഉണ്ട്. വേഗം തന്നെ റെസിപ്പിയിലോട്ട് പോകാം. മത്തങ്ങ എടുത്തിട്ടുണ്ട് ഒരു 200 ഗ്രാം. ഇതൊരു 4 പേർക്ക് വെക്കാനുള്ള അളവാണ്. ഞാൻ എടുത്തിട്ടുള്ള മത്തനിൽ ഇളം മത്തലായതുകൊണ്ട് അതിൻ്റെ തോലും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്, നല്ലോണം വാഷ് ചെയ്തതിന് ശേഷം. ഇളം മത്തനാണെങ്കിൽ തോലും അതിൻ്റെ അല്ലിയും കൂടെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഒരു കടുപ്പ്, മൂത്തതിൻ്റെ ഒരു കടുപ്പ് വരില്ല. വൻപയർ എടുത്തിട്ടുണ്ട് ഒരു 1/3 കപ്പ്. അത് കുതിർത്ത് വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്, പാകത്തിന് വേവിച്ച് വെച്ചിട്ടുണ്ട്. വൻപയർ വേവിച്ച വെള്ളവും നല്ല ഗുണമുള്ളത് തന്നെയാണ്, അതും കൂടെ നമുക്ക് കറിയിലേക്ക് ചേർക്കാം. മത്തൻ നമുക്ക് ആദ്യം വേവിച്ചെടുക്കാം. അത് കുക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ തന്നെ ചുമന്ന മുളക് പൊടിയും. മുളക് പൊടി ഇതിലും കൂടുതലാവണ്ട, കാരണം എരിവിന് വേണ്ടി ഇതാ കുരുമുളക് ചതച്ചതും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ഇപ്പം തന്നെ ചേർക്കണമെന്നില്ല, കുറച്ചൊരു തിള വന്നിട്ട് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് പച്ചക്കറിയുടെ ലെവലിനനുസരിച്ച് വെള്ളം കൂടി ചേർക്കാം. ഒരുപാട് വെള്ളം ചേർക്കരുത്, പിന്നെ അത് വറ്റിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും. കാരണം ഒത്തിരി ലൂസും അല്ല ഒത്തിരി കട്ടിയും അല്ല, അങ്ങനെ ഒരു പാകത്തിലാണ് നമ്മൾ ഇന്ന് ഈ കറി ഉണ്ടാക്കുന്നത്. ഇനി ഇത് അടുപ്പത്തേക്ക് മാറ്റാം. അടച്ചു വെച്ച് വേവിക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ. അതവിടെ വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ അരപ്പ് തയ്യാറാക്കാം. തേങ്ങ അരപ്പിലേക്ക് ഇവിടെ ആകെ 2 കാര്യങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. ഒരു 1/2 കപ്പ് തേങ്ങയും ചിരവിയ തേങ്ങയും ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകവും. ഇത് രണ്ടും ചേർത്ത് ഒരു ചെറിയ തരിതരപ്പ് പാകത്തിന് അരച്ചെടുക്കണം. ഇതേപോലെ. ഇതിൽ ചെറിയുള്ളിയോ വെളുത്തുള്ളിയോ ഒന്നും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മത്തൻ്റെ കഷ്ണങ്ങൾ ഇവിടെ പാകമായിട്ടുണ്ട്. ഓൾമോസ്റ്റ് 80% കുക്കായിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്നും ആവാനേ ഉള്ളൂ. ഈ ഒരു സമയത്ത് നമ്മൾ വേവിച്ച് വെച്ച മമ്പയർ അതിൻ്റെ വെള്ളത്തോട് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളത്തിലും ഗുണങ്ങളുണ്ട് എന്ന് നേരത്തെ പറഞ്ഞല്ലോ. വൻപയറും അതിൻ്റെ വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് തുറന്ന് വെച്ച് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് തിളക്കട്ടെ. അപ്പോഴേക്കും അതിൻ്റെ വെള്ളം വറ്റിക്കോളും. വൻപയർ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടാണ് ഞാൻ വേവിച്ചത്, അപ്പോൾ അതിൻ്റെ വെള്ളത്തിലും ഉപ്പ് കാണും. അപ്പോൾ നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിരുന്ന സ്ഥലത്ത് ഇതും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. നല്ല കട്ടി പാകത്തിനാണ് ഈ കറി വേണ്ടതെന്നുണ്ടെങ്കിൽ വെള്ളം നല്ലോണം വറ്റിച്ചിട്ട് തേങ്ങ ആഡ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സെമി ഗ്രേവി പരുവത്തിനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ പാകത്തിന് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. മത്തൻ്റെ കഷ്ണങ്ങൾ ഒരുപാട് അങ്ങ് ഉടഞ്ഞ് കലങ്ങിപ്പോയാൽ ഈ കറി കാണാൻ തന്നെ ഒരു ഭംഗി ഉണ്ടാവില്ല. കുറച്ച് തോലോട് കൂടി കാണാനും കുറച്ച് ഉടഞ്ഞിട്ടും അങ്ങനെയൊക്കെയാണ് ഈ കറിയുടെ ഒരു ലുക്ക് വരും. അതുകൊണ്ട് തേങ്ങ ചേർത്ത് ഇളക്കുമ്പോൾ കഷ്ണങ്ങൾ തീരെ അങ്ങ് ഉടഞ്ഞു പോകാതെ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. തേങ്ങ ചേർത്ത് കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റി വയ്ക്കാം. ചില കറികളിൽ താളിപ്പ് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, പക്ഷേ ഈ ഒരു കറിയിൽ ഇതുവരെ ചെയ്ത പ്രൊസീജിയർ എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് താളിപ്പും. താളിക്കാൻ വേണ്ടി ഒരു വലിയ പാത്രം തന്നെ ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്, മീഡിയം ഫ്ലെയിമിൽ. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് 3-4 വറ്റൽമുളകും കൂടെ തന്നെ 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് പിന്നാലെ തന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1/2 കപ്പ് ചിരവിയ തേങ്ങയാണ്. ചിരവിയ തേങ്ങ തന്നെ വേണം ഇവിടെ. തേങ്ങ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നമ്മളിപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി തേങ്ങയിൽ നിന്നും എണ്ണ ഇറങ്ങി വരും വഴറ്റും തോറും. തേങ്ങ നന്നായിട്ട് ബ്രൗൺ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം നമുക്ക്.
കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുകയും വേണം. ഇത് ഇപ്പം തേങ്ങ കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നേരെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. താളിപ്പ് ചേർത്തിട്ട് മിക്കവാറും പേര് അത് ഉടനെ അടച്ചു വെക്കും, കുറച്ച് കഴിഞ്ഞിട്ട് മാത്രമേ മിക്സ് ചെയ്യുള്ളൂ. പക്ഷെ ഞാൻ ചേർത്ത ഉടനെ ഇളക്കി കൊടുക്കുകയാണ് ചെയ്യാറ്. ഇളക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കറി റെഡിയാണ്. എല്ലാവരും ഇതുപോലെ വെച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. ഇനി എന്തെങ്കിലും സജഷനും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിലിടാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ധന്യ ഫ്രം വെജ് കേരള.